ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇടുന്ന എൻ്റെ ദേശീയ വസ്ത്രമാണത്. എൻ്റെ ഫ്രണ്ട് ഐശ്വര്യ ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ 2 years കഴിഞ്ഞിട്ടാണ് അപ്പോൾ മീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. സായി ഉച്ചയ്ക്ക് ഉറങ്ങാതെ ഇവിടെ കുത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് സീ. സായുവിൻ്റെ അമ്മയുടെ ഫ്രണ്ട് ഇന്ന് വരും. കേൾക്കണുണ്ടാ സായു? കേട്ടാ? മോംസ് ബെസ്റ്റി കമ്മിങ് ഹോം. ഓക്കെ ഓക്കെ. ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ മുകളിൽ ഈ മക്രാമയില്ലേ അവിടെ കണ്ട വൈറ്റ് സാധനം അങ്ങനെ വരും. എന്നിട്ട് 2 സൈഡിലും പച്ചവള്ളി. അങ്ങനെയാണ് ഒരു ഐഡിയ. പക്ഷെ അതൊക്കെ ഇനി ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ 4 മണിയൊക്കെ ആവാറായപ്പോഴേക്കും ഇൻസ്റ്റമാർട്ടിൽ നിന്ന് കുറച്ച് സ്നാക്സ് ഓർഡർ ചെയ്തു. എന്നിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഗായ്സ്, 3:30 കഴിഞ്ഞു. ഞാനിപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഐശ്വര്യയ്ക്ക്. അപ്പോഴേക്ക് ഐശ്വര്യയുടെ വോയിസ് മെസ്സേജ്, ഇനി 3:30 കറക്റ്റ് എനിക്ക് എത്താൻ പറ്റില്ല, വിത്തിൻ 4 ഞാൻ എത്തുന്നു. ഞാൻ വിചാരിക്കും ഇതെന്താ അപ്പോയിൻമെൻറ്റോ? കോമഡി. ഐശ്വര്യ വരുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് സായു കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം മുകളിലത്തെ മുറിയിലേക്കാണ് വന്നത്. അപ്പോൾ തന്നെ ചെറിയ സൗണ്ടൊക്കെ കേട്ട് സായു എണീറ്റു. പിന്നെ ഇതാണ് സായുവിന് കിട്ടിയ ഒരു കുട്ടി ഉടുപ്പ്. അങ്ങനെ ഐശ്വര്യ എത്തി, എന്റെ ആത്മാർത്ഥ സുഹൃത്തും സബ്സ്ക്രൈബറും. അതെ അതെ, എനിക്ക് എന്താ പറയാ, ഇവളെ കൊച്ചിനെ കാണാൻ മെയിൻലി ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫൈനലി ഞങ്ങൾ എത്ര ഇയേഴ്സിന് ശേഷം? 2 years ആയിരിക്കും ഗൈസ്. അപ്പോൾ എൻ്റെ പഴയ കല്യാണ വീഡിയോ ഒക്കെ എടുത്തു നോക്കിയാൽ കാണാം. ഈ സൂമിന്നാണ് ഞാൻ വിളിക്കുന്ന ഐശ്വര്യ, ചെല്ലപ്പേരാ. അങ്ങനെ സൂമിയാണ് എൻ്റെ കല്യാണത്തിൻ്റെ ആങ്കറിങ് ഒക്കെ ചെയ്തത്. സൂമിയും മാഗിയും. പിന്നെന്താ അതിനകത്ത് ഏതാ ബ്രൈഡ് ടു ബി ആയിരുന്നോ? ബ്രൈഡ് ടു ബി. അത് 2 മെയിൻ പരിപാടി. അതല്ലാതെ ബ്രൈഡൽ ഷവറിന്റെ ഒക്കെ അതിന്റെയൊക്കെ വീഡിയോയുടെ മെയിൻ ക്യാരക്ടർ അത് ഐശ്വര്യായിരുന്നു. മെയിൻ ബ്ലോഗൊക്കെ എടുത്ത് സെറ്റാക്കി. പറയാനുണ്ടോ? ഞാനാണ് ഇത്ര നേരം പൂജ ഡിസ്ക്രൈബ് ചെയ്തോണ്ടിരുന്ന ഐശ്വര്യ. ഹായ് സായു. So I was so excited to meet Pooja and mainly നമ്മുടെ സായു today, and we are meeting after 2 years. അല്ലേടാ? 2 years. അതെ. ആൻഡ് പിന്നെന്താ, ഇവളുടെ യൂട്യൂബ് വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ട്, ലൈക്ക് ചെയ്യും, ചിലതിലൊക്കെ കമൻറ്റ് ചെയ്യും. ആൻഡ് ഐ വിഷ് she becomes a very big YouTuber. അതെ. So keep going my girl, you can. Thank you. അപ്പോൾ ഐശ്വര്യമുള്ള വ്ളോഗ് എങ്ങനെ അവസാനിപ്പിക്കണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഐശ്വര്യം ഉള്ളപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുകയേ വേണ്ട. സൂമി തന്നെ ഓരോ ഐഡിയാസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് പ്രൊസീഡ്. യെസ്. അപ്പം ഞാൻ പൂജ എടുത്ത് പറഞ്ഞു വി ക്യാൻ ഡു എ Q&A, വേറെ ഞാൻ ഇവളുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം ഇവൾ അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ പറയും. സോ ആർ യു എക്സൈറ്റഡ് സായു? ഓക്കെ, അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് സായു റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ Q&A. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര ഫ്രഷ് ചോദ്യം ആണ്. വളരെ ഫ്രഷ്, നിങ്ങൾ എവിടെയും കേട്ടിട്ടില്ലാത്ത തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്നത്തെ വ്ളോഗിൽ. ഓക്കെ, അപ്പോൾ സായി വന്നതിന് ശേഷം നിന്റെയും പ്രഭുവിന്റെയും ലൈഫിലുള്ള ഡിഫറൻസ് ആണ്. ബൈ ദ ബൈ, both of them are my friends, അല്ലേ? അതെ. As we all are school friends. അതെ, അറിയില്ലാത്തവർക്ക്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഡിഫറൻസ്? ഡിഫറൻസ് അങ്ങനെ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. കാരണം സായുവും ചെറുതാണ്. ഞങ്ങൾ രണ്ടുപേരും എന്താ പറയാ, വെറുതെ കുറെ സന്തോഷം കിട്ടുന്നുണ്ട്. മറ്റത് ഞങ്ങള് എന്തെങ്കിലും സിനിമ കാണണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും എഫേർട്ട് ഇടണം. അപ്പോഴാണ് കുറച്ചും കൂടി വീട്ടിൽ തന്നെ ഒരു ഭയങ്കര ഒരു ലൈവ്ലിനെസ് ആണ്. അങ്ങനെ അതൊരു ഡിഫറൻസ്. അത് കൊള്ളാം. പിന്നെ എന്താ ഇപ്പൊ ചോദിക്കുക? ഓക്കെ, സോ ഇപ്പോഴത്തെ നിന്റെ ഒരു
ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും? വാട്ട് ഇസ് ദ ചേഞ്ച്? ലൈക്ക് ബേബി വന്നതിന് ശേഷം നീ രാവിലെ തൊട്ട് രാത്രി വരെ എങ്ങനെ പോകും നിന്റെ ലൈഫ്? എനിക്ക് ഇപ്പൊ ഡേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ എന്താ പറയാ, ഞങ്ങൾ എണീക്കുമ്പോ തന്നെ ഉച്ചയാവാറാവും. നമുക്ക് ഇടയ്ക്ക് സായുവിനെ എന്റർടൈൻ ഒക്കെ ചെയ്യാം. ക്വസ്റ്റ്യൻസ് മാത്രമായ ബോറിംഗ് ആയിരിക്കില്ലേ? ഞങ്ങൾ രാവിലെ എണീക്കുമ്പോ തന്നെ ലേറ്റ് ആവും. പിന്നെ സായുവിന്റെ കുളി, എന്റെ കുളി, ഫുഡ് അടി എല്ലാം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കിടക്കാൻ സമയമാവും. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് കിടക്കും. അങ്ങനെ എണീറ്റ് വരുമ്പോ പിന്നെ ചായ കുടിക്കാൻ സമയമാവും. പിന്നെ അത് കുടിക്കും. പിന്നെ വൈകുന്നേരത്തെ കുളി, വൈകുന്നേരത്തെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ രാത്രി ഡിന്നറിന് ടൈം ആവും. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങും. കഴിഞ്ഞു, വേഗം കഴിയുന്നു എന്റെ ദിവസങ്ങളൊക്കെ. ഭയങ്കര എൻഗേജ്ഡ് ആണ്. ഓക്കെ, അപ്പൊ പുതിയ ഒരു നീ ഇപ്പം കുറെ നാളായിട്ട് ജസ്റ്റ് ഒരു ഡോട്ടർ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ ആദ്യം വൈഫായി ആൻഡ് നൗ സ്ലോലി മദർ ആയല്ലോ. സോ വാട്ട് ഇസ് എ ഡിഫറൻസ് ദാറ്റ് ഹാപ്പൻ ഫ്രം എ വൈഫ് ടു എ മദർ? വാസ് ഇറ്റ് ഒരു ഈ പറഞ്ഞ പോലെ സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ആ ഒരു റോൾ ചേഞ്ച് വന്നപ്പോൾ പ്രത്യേകിച്ച് ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയോ, അല്ലെങ്കിൽ എന്താണ് അതിൽ സംഭവിച്ചത്? വൈഫായിരിക്കുമ്പോ ഞാൻ വൈഫ് എന്ന രീതിയിൽ ഭയങ്കര റെസ്പോൺസിബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മള് ഒരു ഫാമിലി ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് അമ്മയുണ്ട്, കാര്യങ്ങളൊക്കെ. അപ്പോഴും ഒരു 2 കിഡ്സിനെ പോലെ ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി എനിക്ക് വന്നിട്ടില്ലായിരുന്നു. പിന്നെ കൊച്ചായപ്പോഴേക്കും നമ്മുടെ മാത്രം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണല്ലോ. അപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ നമ്മുടെ പാരൻസിന് നമ്മളോട് തോന്നുന്ന കുറച്ച് കെയറിങ്ങോ അല്ലെങ്കിൽ ഒരു കൺസേൺ ഒക്കെ ഉണ്ടാവൂലേ, അങ്ങനെ ചെയ്യട്ടെ, അങ്ങനെയൊക്കെ വന്നു തുടങ്ങി. അതെ, പിന്നെ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ മേ ബി നിനക്ക് തന്നെ ഇവളുടെ എല്ലാ കാര്യം ചെയ്യാനൊരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. യു വുഡ് ലൈക്ക് ടു ഡു അല്ലേ? അതെ. ഓക്കെ, പിന്നെ അടുത്ത ഒരു ബേബി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞങ്ങൾ ഓൺ ദ സ്പോട്ട് ആണ്, നോ പ്ലാനിങ്, നത്തിങ് അല്ലേ? അതെ. പക്ഷെ ഞങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കരുതോ ഇവര് മറ്റേ നേരത്തെ, പക്ഷെ ഒരിക്കലല്ല. ഞങ്ങളിപ്പോ ഓൺ ദ സ്പോട്ട് ഇവൾ ഓരോ ആൻസർ ചെയ്യുമ്പോൾ ഞാനത് കേൾക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യാം എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കും അടുത്തത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ബേബിയെ, അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ന്യൂ മദേഴ്സിനൊക്കെ തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് നമ്മുടെ ബേബിയെ മറ്റൊരാൾ ഓവർ എടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഉമ്മ വെക്കുക. അപ്പൊ നമുക്കൊരു ഇഷ്ടക്കേട് മേ ബി തോന്നാം. നിനക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ ഒരു പൊസസീവ്നെസ് കൈൻഡ് ഓഫ് ഫീലിംഗ്? പൊസസീവ്നെസ് ആവാനായിട്ട് ആരും ഇതുവരെ അങ്ങനെ പൊക്കിക്കൊണ്ട് പോയിട്ടില്ല. പിന്നെ ഞാൻ ചിലവർക്കൊക്കെ അങ്ങ് കൊടുക്കും. പിന്നെ എല്ലാവർക്കും ഒരു ബേബിയെ കണ്ടു കഴിഞ്ഞാൽ എടുക്കാനും പിടിക്കാനും ഒക്കെ തോന്നുമല്ലോ. അപ്പൊ എനിക്കാണെങ്കിലും ഇങ്ങനെ തോന്നാറുണ്ട്. വേറെ ആരുടെങ്കിലും ബേബീസിനെ കാണുമ്പോൾ എടുക്കാനൊക്കെ പണ്ടേ തോന്നിയിട്ടുണ്ട്. അപ്പൊ ചിലർ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവരുടെ ഒരു ആഗ്രഹം അത് നടക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഉമ്മ വയ്ക്കണത് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഫേസിലൊക്കെ എസ്പെഷ്യലി ഫേസിലൊന്നും ഉമ്മ വയ്ക്കുന്നത് ഇഷ്ടമല്ല. സ്വാഭാവികം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, ഈ ബേബിയെ നീ സ്റ്റാർട്ടിങ് തൊട്ടേ എത്ര ദിവസം തൊട്ടാ നീ കുളിപ്പിച്ചു തുടങ്ങിയത്? ആദ്യമായിട്ട് ഒരു ന്യൂ ബോൺ ബേബിയെ കുളിപ്പിക്കുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നീ അത് ശീലമായത്? ഇപ്പൊ ശീലമായി കാണുമല്ലോ. എനിക്ക് 2 months ഒക്കെ കഴിഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഹെൽപ്പിന് വീട്ടിലെ ഒരു ആന്റി ഉണ്ടായിരുന്നു. പിന്നെ മമ്മി അമ്മമാർക്ക് കുളിപ്പിച്ചായിരുന്നു. എന്നിട്ട് ബേബി ഒരു ഇത്തിരിയൊക്കെ പിടിക്കാനൊക്കെ ഒരു പരുവായപ്പോഴാണ് ഞാൻ തുടങ്ങിയത്. വലിയ സീൻ ഉണ്ടായിരുന്നില്ല. സോ സന്തോഷ് അങ്കിളിനെയും പ്രീത ആന്റിയെയും എനിക്ക് പണ്ടോട്ടേ അറിയാം. ബിക്കോസ് ഞങ്ങൾ അതെ പറഞ്ഞ പോലെ എൻ്റെ പാരൻസിന്, പൂജയുടെ പാരൻസിന് അറിയാം. നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ അറിയാമല്ലോ. ഓക്കെ, സോ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നിനക്ക് അച്ഛൻ അമ്മ എന്നുള്ള ഒരു ഇതിന്ന് when they became grandparents, like സായു വന്നപ്പോൾ അവരിൽ നിനക്ക് തോന്നിയ ഒരു ചേഞ്ച് എന്താണ്? ഏറ്റവും വലിയ ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടില് ഇങ്ങനെ ആളും ബഹളവും ആൾക്കാരുണ്ടെങ്കിലും അങ്ങനെ ഭയങ്കര ഇന്ററാക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എല്ലാവരും ഓരോ കാര്യം നോക്കി പോകുന്ന, ആവശ്യമുള്ളത് മാത്രം സംസാരിക്കണം അങ്ങനെ. ഇപ്പൊ എന്ന് വെച്ചാല് അവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കൊച്ചുള്ളതുകൊണ്ടേ അവർക്കും ഭയങ്കര ഹാപ്പിനെസ്സാ. അവര് കുറെ ചിരിക്കുക, അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെയാ. അപ്പൊ അതൊക്കെ കണ്ട് വീട് കുറച്ചുകൂടി ലൈവ്ലി. പിന്നെ മേ ബി നിന്റെ അടുത്ത് മറ്റേ സ്ട്രിക്റ്റ് ഫാദർ ആൻഡ് മദർ ആയിരുന്നവരൊക്കെ ഇപ്പൊ ഒരു ഗ്രാൻഡ് പേരൻസ് ആയപ്പോ നമ്മൾ ഇൻസ്റ്റാ റീൽസിലൊക്കെ കാണുന്ന പോലെ. ഓക്കെ, പിന്നെ ഇവിടെ കേൾക്കാത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ
നിനക്ക് ലൈക്ക് ഉറക്കമൊക്കെ ബേബി രാത്രി ഉറങ്ങുമോ, വാശിയുണ്ടോ, നിനക്ക് എന്തെങ്കിലും പോസ്റ്റ്മോർട്ടം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഭയങ്കര ഫ്രഷ് ആണ്, നിങ്ങൾ ആരും ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ലല്ലോ. സോ ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. പോസ്റ്റ്മോർട്ടം പ്രശ്നങ്ങളുണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ബേബിക്ക് സ്ലീപ്പ് അത്യാവശ്യം ഉണ്ട്. ഞാൻ അങ്ങനെ ട്രെയിൻ ചെയ്ത് നല്ല ഉറക്കക്കാരിയാക്കിയേക്കാണ് എന്നെ പോലെ. ഇടയ്ക്ക് ഇതുപോലെ വാശിയൊക്കെ പിടിക്കാം. അപ്പം കൊച്ചു എന്നോട് ഭയങ്കര കോപ്പറേറ്റിംഗ് ആയതുകൊണ്ട് ചില സമയത്ത് ഓക്കെ പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാനുള്ള ഒരു ക്ഷമയൊക്കെ അത് കാരണം വരുന്നുണ്ട്. അല്ലാത്ത ഇരുന്നെങ്കിൽ എനിക്ക് പറ്റില്ലായിരുന്നു. ഇത് കൊച്ചു ഇത്രയും കോപ്പറേറ്റിംഗ് ആയിട്ട് ഉറങ്ങുന്നു, എന്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നു, എന്നെ ശല്യം ചെയ്യണില്ല, എന്നെ ശല്യം ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടതൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, എനിക്കെല്ലാം ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ആ ഒരു തരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇടയ്ക്കൊന്നും ബഹളം വെച്ചാലും അത് ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് യൂട്യൂബ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. ഓക്കെ, യാ, സോ നിനക്ക് യൂട്യൂബ് ചാനലുണ്ട് ആൻഡ് ഐ അപ്രീഷിയേറ്റ് ദാറ്റ് നീ മിക്കപ്പോഴും കോണ്ടന്റ്സ് ഒക്കെ ഇടാറുണ്ടല്ലോ, അതിനുള്ളൊരു എഫേർട്ട് എടുക്കാറുണ്ട്. ആരൊക്കെ എത്ര വ്യൂവേഴ്സ് ഉണ്ട് അങ്ങനെയല്ല, നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരിക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിനക്ക് കുറേ വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഇറ്റ് വിൽ ഇംപ്രൂവ്. സോ ബേബി വന്നതിന് ശേഷം ഐ തിങ്ക് നിനക്ക് കുറച്ച് കണ്ടന്റ്സ് ഒക്കെ കൂടുതൽ കിട്ടിക്കാണും അല്ലേ? സോ നീ യൂട്യൂബിന് വേണ്ടിയിട്ട് ഈ ബേബിയെ വെച്ചുകൊണ്ട് യൂട്യൂബും കൂടെ രണ്ടും മാനേജ് ചെയ്യാൻ എത്രയൊക്കെയാണെങ്കിലും ഡിഫിക്കൽട്ടാണ്. സോ അത് നീ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ലൈക്ക് നീ മിക്കപ്പോഴും വ്ളോഗ്സ് ഇടാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഈ മിനി വ്ളോഗ് ചാലഞ്ച് ആയാലും ഒക്കെ ഡെയിലി വ്ളോഗ് എടുക്കാൻ ഡെഫിനറ്റ്ലി ഒരു ന്യൂ മദറിന് അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഹൗ ഡു യു മാനേജ് ദാറ്റ്? വ്ളോഗ്സ് ഇപ്പോൾ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ എടുത്തു തരാനൊക്കെ ഉണ്ടാവും. ഇപ്പൊ അല്ലാത്തതാണെങ്കിൽ ഞാൻ എടുക്കുന്നതാണെങ്കിലും ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തല്ല അത് എഡിറ്റ് ഒക്കെ ചെയ്യണത്. കാരണം ഒരുപാട് എഫേർട്ട് ഇടാൻ മാത്രം ഇവിടെ ആരും കാണുന്നില്ല, ടൈമും ഇല്ല. പിന്നെ ഞാൻ അത്രയും കഷ്ടപ്പെട്ടാലും പ്രത്യേകിച്ച് ആരും കാണാനൊന്നും ഇല്ല. അപ്പൊ ഞാൻ അത്രയും ഇത് എടുക്കാറില്ല. അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്യാപ്ചർ ചെയ്ത് പോകും. ബേസിക്കായിട്ട് നമുക്കിത് അവിടെ കിടക്കണം, കാണണം. അതെ, നമ്മുടെ ഒരു മെമ്മറി. അല്ലെങ്കിൽ സായു ആണെങ്കിലും സായു ഇച്ചിരി വലുതായി കഴിയുമ്പോൾ അമ്മയുടെ യൂട്യൂബ് ചാനലിൽ സായുവിന്റെ ചെറുതിലത്തെ വീഡിയോസും അല്ലെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോൾ നിന്റെ ഒരു ഫേവറേറ്റ് യൂട്യൂബർ ആരാണ്? അല്ലെങ്കിൽ ആരെയാണ് നീ ഇൻസ്പയർ, നിനക്കൊരു ഇൻസ്പിറേഷൻ ആയത് ആരെ? എനിക്ക് തോന്നുന്നത് സേജൽ കുമാർ എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദിയിലുള്ള. അപ്പൊ ആ കൊച്ച് ഇങ്ങനെ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഒറ്റയ്ക്കാണ്, സോളോ ട്രിപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ട് ഇതൊരു സാധാ ക്യാമറയാണ്, പക്ഷെ എവിടെയെങ്കിലൊക്കെ വെച്ച് വീഡിയോ എടുക്കുന്നു. അതായത് കൊച്ചു എവിടെയെങ്കിലും നടന്നു വരുന്ന പോലെ വീഡിയോ, ഭയങ്കര രസം. അത് ഫിലിം ചെയ്ത് കാണാൻ വേണ്ടി. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തോന്നി നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ വീഡിയോ എടുക്കണം. ഭയങ്കര ക്യൂട്ടായിരുന്നു അത്. നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന പോലെ അല്ലല്ലോ വീഡിയോ. അപ്പൊ അത് കണ്ടപ്പോ വീഡിയോസ് ഇങ്ങനെ ഇതുപോലെ എടുക്കണം, ഇടണം. ചിലപ്പോ ആ കുട്ടിയായിരിക്കും തോന്നുന്നു സേജൽ കുമാർ. ഓക്കെ, അപ്പൊ ഒരു മലയാളി യൂട്യൂബറെ ചോദിച്ചാൽ ആരുടെ പേര് പറയും? മേ ബി എല്ലാവർക്കും ഒരു ഫെമിലിയർ ആണ്. ഞാൻ അഹാനയുടെ ഒക്കെ കാണാം. അഹാനയുടെ ഭയങ്കര നല്ല ക്വാളിറ്റി വീഡിയോസ് ആയിരുന്നു. അതെ, പൂജ വാവെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന വേറൊരു എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഹായ് ഗൈസ് എന്ന് പറഞ്ഞാൽ വാവ തന്നെ ഫോണിന്റെ ക്യാമറ നോക്കി ചിരിക്കുന്നുണ്ട്. അതിപ്പോ ഞങ്ങൾ പ്രൂവ് ചെയ്യുന്നില്ല, കാരണം ഹായുടെ മൂഡ് അത്ര ശരിയല്ലായിരുന്നു. പക്ഷെ ഇത്രയും നേരം ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. ഞാനത് വിറ്റ്നസ് ചെയ്തതാണ്. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. അപ്പം നീ ബിഫോർ ബിക്കമിങ് എ മദർ ഇഷ്ടംപോലെ ട്രിപ്സ് ഒക്കെ പോകാറുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ട്രിപ്പ് വിത്ത് സായു എങ്ങോട്ടാണ് ഒരു പ്ലാൻ? ഞങ്ങള് ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിവിടെ അടുത്ത് രമതയില്. ആക്ച്വലി ബാലിയിലൊക്കെ പോകണമെന്നുണ്ട്. അത് ഞങ്ങള് അല്ല സായുവിനെ കൊണ്ടുപോകുന്ന അറിയില്ല. ബാലിയിൽ എങ്ങനെയാ സായുവിനെ കൊണ്ടുപോകുന്നത്? നാളെ വിട്ട് സായുവിനെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്ത് സായുവിനെ കൊണ്ടുപോകും. സോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്. നമ്മുടെ Q&A സെഷൻ ഇവിടെ കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു ഐശ്വര്യ. താങ്ക് യു ഇവിടെ വന്നതിന്, ഞങ്ങളെ മീറ്റ് ചെയ്തതിന് ആഫ്റ്റർ 2 years ഞങ്ങൾ അങ്ങനെ കണ്ടു. I was also very excited and I am very happy that I could meet them, especially my Sayu Kutti. അപ്പൊ ശരി, ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.